നമസ്കാരം. യുദ്ധം തുടരുന്നു 17-ാം നാൾ. ഏറ്റവും ശ്രദ്ധേയമായി ഇന്നലെ കണ്ട വാർത്തകളിലൊന്ന്, ഇസ്രായേൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു അൽ അസ്ക മോസ്കിൻ്റെ മുകളിലും ഹോളി സ്ക്രിപ്ചർ ചർച്ചിൻ്റെ മുകളിലുമൊക്കെ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അൽ അസ്ക മോസ്കിന് എത്രത്തോളം പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മോസ്കിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ നിവർത്തിയില്ല, ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ ഇസ്ലാമിൻ്റെ നോമ്പ് കാലത്ത് നിസ്കാരങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ ടെഹ്റാനും അതുപോലെ ടെഹ്റാന് വേണ്ടി വോസിഫറസ് ആവുന്ന ആളുകൾ ടെല്ലവീവ് ശ്മശാനമുഖമായി അല്ലെങ്കിൽ ശ്മശാനമായി മാറി മൊത്തം തകർന്നുപോയി എന്നൊക്കെ പറയുമ്പം ജെറുസലേമിൻ്റെ കാര്യം ഇവർ മിണ്ടുന്നില്ല. ടെല്ലവീവിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ സംഘടിപ്പിക്കുന്നത് ജെറുസലേമിനെതിരായിട്ടാണ്. ജെറുസലേമിലാണ് ഇവരുടെ അലാസ്ക എന്ന് പറയുന്ന ഈ മോസ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി ഒന്ന് ഈ ടെല്ലവീവ് ഗാസ പോലെയായി എന്ന് പറയുന്ന ആളുകളൊന്നും പറയുന്നത് തരക്കേടില്ല എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇവർ ഒരിക്കലും ജെറുസലേമിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഗാസ പോലെ ആയത് ടെല്ലവീവ് മാത്രമേ. ടെല്ലവീവ് ഗാസ പോലെ ആയിട്ടുണ്ടെങ്കിൽ ജെറുസലേം 10 പ്രാവശ്യം ഗാസ പോലെ ആയിട്ടുണ്ടാവും. കാരണം ജെറുസലേമിലേക്കാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത് ഇന്നലെ കണ്ട വേറൊരു രസകരമായ വാർത്ത, ഇറാൻ പാകിസ്ഥാനോട് താങ്ക്സ് പറഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ US-ൻ്റെ ഈ ആക്രമണത്തിൽ ഇറാൻ്റെ കൂടെ നിന്നതിനാണ് ഇറാൻ പാകിസ്ഥാനോട് താങ്ക്സ് പറഞ്ഞത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിലും വലിയൊരു അപകടം സംഭവിക്കാനില്ല. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ചെലവിൽ കഴിയുന്ന ഒരു കുടിയാനാണ്. ആ കുടിയാൻ പോയിട്ട് ഇറാനെ സഹായിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം സൗദി അറേബ്യയിൽ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ കാര്യം നമുക്കറിയാം. അപ്പോൾ സൗദി അറേബ്യ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുമായിട്ട് കരാറൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങളെ ആക്രമിച്ചിട്ട് നിങ്ങളെന്താ സഹായിക്കാൻ വരാത്തത്? അതായത് സൗദി അറേബ്യയെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാനും, പാകിസ്ഥാനെ ആക്രമിക്കുമ്പം സൗദി അറേബ്യയും സഹായിക്കാമെന്നായിരുന്നു ആ കരാറിൻ്റെ കണ്ടൻറ്റ്. അപ്പം ഞങ്ങളെ ആക്രമിച്ചപ്പം നിങ്ങളെന്താ സഹായിക്കാൻ വരാത്തതെന്ന് ചോദിച്ചു. പാകിസ്ഥാൻ കരഞ്ഞു കാണിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്ത് ഒരു നിവൃത്തിയില്ല, ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഒന്നും ഒതുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനിടയിൽ കൂടി ഇവിടെ വന്നിട്ട് യുദ്ധത്തിന് ഞങ്ങൾക്ക് പറ്റുമോ? വാസ്തവത്തിൽ എന്താണ്, ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകാൻ അവർക്ക് താല്പര്യമില്ല. കാരണം ഇറാൻ അവരുടെ അയൽ രാജ്യമാണ്. ഈ സൗദി അറേബ്യ ആയിട്ട് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ട് വലിയ കേമമാണെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് കാണിച്ചപ്പം ഇവർ വിചാരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ സൗദി അറേബ്യ ഓടി വന്നവരെ സഹായിക്കും എന്നുള്ളൊരു മനോഹരമായ സ്വപ്നമേ അവർ കണ്ടുള്ളൂ. ഈ ഇറാൻ എന്ന് പറഞ്ഞൊരു സാധനം ഏത് നിമിഷവും സൗദി അറേബ്യയായിട്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണാൻ മാത്രമൊരു ബുദ്ധി അവർക്കില്ലാതെ പോയി ഈ കരാർ ഒപ്പിട്ട സമയത്ത്. അപ്പം അവരുടെ കണക്കുകൂട്ടലിന് പുറത്താണെങ്കിലും വളരെയേറെ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു കാര്യം സംഭവിച്ചു. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നേർക്കുനേർ വന്നു. അപ്പം സൗദി അറേബ്യയുടെ കൂടി യുദ്ധം ചെയ്യണമെന്നുള്ള അവരുടെ കരാർ അവർക്ക് ലംഘിക്കാതെ നിവൃത്തിയില്ലാതെ വന്നു. കാരണം എന്ത് കോൺടെസ്റ്റിലാണെങ്കിലും ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങാൻ സാധാരണഗതിയിൽ പാകിസ്ഥാൻ സമ്മതിക്കുക, അല്ല പിന്നെ അമേരിക്ക പിടിച്ചിട്ട് പോയി യുദ്ധം ചെയ്യണമെന്ന് പറയേണ്ടി വരും, അല്ലാതെ അത് ചെയ്യത്തില്ല. അപ്പം അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ കിട്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം അടി. അതിനാണ് ഇറാൻ, എനിക്ക് തോന്നുന്നത്, ഇവർക്കൊരു പാരയായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ സഹായം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം പെട്ടെന്ന് അമേരിക്ക വിചാരിക്കുക ഇവർ അടിയിൽ കൂടെ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് പാകിസ്ഥാൻ ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇറാൻ പറഞ്ഞതാണോ എന്നും നമുക്ക് സംശയിക്കാവുന്ന സംഗതിയാണ്. ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ച് അവർ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് യുദ്ധം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു അമേരിക്കയുടെ നേരെയുള്ള റിക്വസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം 7 ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടാവുന്ന ഒരവസ്ഥയായി. സൗദി അറേബ്യ ഒഴികെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളൊന്നും ഇറാനെ ആക്രമിക്കുന്നതിനോട് താല്പര്യമുള്ള രാജ്യങ്ങളായിരുന്നില്ല. കാരണം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെയും ഈ പേർഷ്യൻ ഗൾഫിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് ഈ പേർഷ്യൻ ഗൾഫിൽ മാത്രമല്ല അതിർത്തിയുള്ളത്, അവർക്ക് റെഡ് സീയിലും അതിർത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കച്ചവടങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഈ യുദ്ധം കൊണ്ട് കാര്യമായ മുടക്കം വരികയില്ല. നേരെ മറിച്ച് GCC രാജ്യങ്ങളെ എല്ലാം ബാക്കിയുള്ളത് എല്ലാവരും തന്നെ ഈ ഒരു വലിയ അപകടത്തിൽ പേർഷ്യൻ ഗൾഫിലെ ബിസിനസ് നിന്നുപോയ ഒരു സാഹചര്യത്തിൽ അവർ അപകടത്തിൽപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഇറാനെ ഈ പകുതി കൊന്ന പാമ്പാക്കിയിടാതെ ഇനെ പൂർണ്ണമായിട്ടും കൊല്ലണം. കാരണം നാളെ ഇവർ ഹോർമൂസ് കടലിലേക്ക് ഒരു പ്രശ്നം കൊണ്ടുവന്ന് ഞങ്ങളെ തടയാനിടയാവരുത്. അതുകൊണ്ട് ഹോർമൂസ് കടലിലേക്ക് ഇന്ന നിയന്ത്രണം പരിപൂർണമായും ഇറാൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷമേ ഇനി യുദ്ധം അവസാനിപ്പിക്കാവൂ എന്ന് ഈ GCC രാജ്യങ്ങൾ അമേരിക്കയോട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു
അറിയിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പകരമായിട്ട് ട്രംപ് പറയുന്നത് നിങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ്. കാരണം നിങ്ങളെ അവർ ആക്രമിച്ചതാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ യുദ്ധത്തിന് ഇറങ്ങാം. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് GCC രാജ്യങ്ങൾ കൂടി യുദ്ധത്തിന് ഇറങ്ങുന്നതോടെ ഇത് ഞങ്ങളുടെ മാത്രം യുദ്ധമല്ല, അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഈ യുദ്ധം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പറയാൻ പറ്റും. അപ്പം അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടും, അതിനുവേണ്ടിയാണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സ്റ്റാൻഡ് കിട്ടും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഡിമാൻഡ് GCC രാജ്യങ്ങളുടെ മുൻപിൽ വെക്കുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന്, അപ്പോൾ അവരും കൂടി ഒരുപക്ഷെ യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ലീഡർ എന്ന് പറയുന്ന ആളിപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. ഇയാൾ മരിച്ചോ ജീവനോടെ ഉണ്ടോ, അത് ഞങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇറാനിൽ നിന്ന് ആരോടാണ് സംസാരിക്കേണ്ടത്? കാരണം ഒരു രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പ്രതിനിധി സംസാരിക്കണം, അല്ലാണ്ട് അരാക്ചി സംസാരിച്ചതുകൊണ്ടായില്ല, ഈവൻ പെഷേസ്കിയാൻ സംസാരിച്ചതുകൊണ്ട് പോലും ആയില്ല. കാരണം മത നേതൃത്വത്തിനാണ് ഇറാനിൽ അധികാരമുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും വേറെ ഡെപ്യൂട്ടീസാണ്. ഈവൻ പെഷേസ്കിയാൻ പ്രസിഡന്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കസരയിരിക്കുന്നു. ഒരു IRGCയുടെ കമാൻഡർ പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് മാറിയിരിക്കേണ്ടി വരും. അത്രയ്ക്കുള്ള വെയിറ്റേ അവർക്കുള്ളൂ. അപ്പോൾ അത് ട്രംപിന് കൃത്യമായി അറിയാം. അവരുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് മോജ്തബ ഖമനേയിയാണ്. ഈ മോജ്തബ ഖമനേയി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതിനെ സംബന്ധിച്ച് ഇറാൻ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല. നെതന്യാഹു മരിച്ചു എന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ നെതന്യാഹു ആണ് കൊല്ലപ്പെടേണ്ടവരിൽ ഒന്നാമത്തെ ആൾ എന്നതിൽ അവർക്ക് സംശയമില്ല. IRGC പറയുന്നത് അവർ കൊല്ലാൻ നടക്കുന്ന ഒന്നാമത്തെ ആൾ നെതന്യാഹു ആണെന്നാണ്. ബാക്കി ഇറാൻ മീഡിയയും ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അടക്കമുള്ള മീഡിയയും പറയുന്നത് നെതന്യാഹു 10 പ്രാവശ്യം മരിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പം ഇക്കാര്യത്തിൽ അവർക്ക് ഷുവറിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ നേതാവ് എവിടെ അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും പറയാനില്ല. അത് ജീവനോടെ ഉണ്ടോ ഇല്ലയോ, ജീവനോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് കാണിച്ചതാണ് എന്തിനെന്ന് പറയാൻ അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്, ഇവരൊരു ഡിസ്കഷൻ വന്നാൽ എനിക്ക് ആരോടാണ് സംസാരിക്കേണ്ടി വരിക എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടാതെ ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ഇന്ന് 18ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. 18 ദിവസമായിട്ട് ഇറാനിൽ ഇൻ്റർനെറ്റില്ല, യാതൊരു തരത്തിലുള്ള വാർത്താ സൗകര്യങ്ങളുമില്ല. ആകെ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സാധനം, നെതന്യാഹു മരിച്ചു, നമ്മളിങ്ങനെ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അമേരിക്ക തോറ്റോടി ഞങ്ങൾ പസഫിക്കിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കളഞ്ഞു, ഇസ്രായേലിനെ ഒന്നും നശിപ്പിക്കാൻ ബാക്കിയില്ല, മൊത്തം നശിച്ചു, ആദ്യം നെതന്യാഹുവിനെയാണ് കൊന്നത്, ഇനി അവിടെ കുറച്ച് പേരെ കൂടെ കൊല്ലാൻ ബാക്കിയുണ്ട്, അത് കഴിയുമ്പോൾ നമ്മുടെ യുദ്ധം ജയിക്കും, അമേരിക്കയിലാണ് ട്രംപിനെ ഞങ്ങൾ പെട്ടിക്കകത്താക്കിയിട്ട് കുറേ നാളായി, അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകളൊക്കെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുകയാണ്, ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നതല്ലാതെ സ്വന്തമായി ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വാർത്തയും അവിടുത്തെ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനിടയിലൂടെ ഇന്ത്യയുമായി എന്തായിരുന്നു ഇറാൻ ഈ ഇന്ത്യയുടെ കപ്പലുകൾ കടത്തിവിട്ടാൻ ഇറാൻ എന്താണ് കരാർ വെച്ചതിനെ സംബന്ധിച്ച് സ്പെക്കുലേഷൻസ്, ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പുറത്തു വരുന്ന ഒരു സ്പെക്കുലേഷൻ, ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ 3 കപ്പലുകൾ, അഡ്രസ്സ് ഇല്ലാത്ത 3 കപ്പലുകൾ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. നമ്മളുടെ എക്കണോമിക് സോണിൻ്റെ പരിസരത്തുണ്ടായിരുന്ന 3 കപ്പലുകൾ അത് ഓയിൽ നിറച്ച കപ്പലുകളായിരുന്നു. വാസ്തവത്തിൽ അത് ഇറാൻ്റെ കപ്പലുകളായിരുന്നു. നമ്മളത് റഷ്യയുടേതോ ചൈനയുടേതോ ഒക്കെ ആണെന്നുള്ള മട്ടിലാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നത്. അത് വാസ്തവത്തിൽ ഇറാൻ്റെ കപ്പലുകളായിരുന്നു. അവരവിടുന്ന് മറ്റ് ഫ്ലാഗുകളിലുള്ള കപ്പലുകളിൽ ഓയിൽ നിറച്ച് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് ഓയിൽ ആവശ്യമുള്ളവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ വെച്ച് തന്നെ സെയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. അങ്ങനെ അവർ വേറെ ഏതൊക്കെയോ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കപ്പലുകളിൽ ഓയിൽ നിറച്ച് അവരെ ഇന്ത്യൻ ഓഷ്യനിൽ കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തുന്ന ഇടയിലൂടെയാണ് ഇന്ത്യൻ നേവി അത് പിടിച്ചെടുത്തത്. അപ്പോൾ അത് 3 എണ്ണവും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കരാറ് അവരെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1. 2, മെഡിസിൻസിന് ഭയങ്കര ഷോർട്ടേജാണ് ഇറാനിൽ സംഭവിക്കുന്നത്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പം ആ ഷോർട്ടേജ് നികത്തി കൊടുക്കാൻ കുറേ മെഡിസിൻസ് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു കരാറുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല, ഗവൺമെൻറ് തലത്തിനെ സംബന്ധിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ മീഡിയയിൽ ഡിസ്കഷനുള്ള ഒരു സംഗതിയാണ്. ഇത് വാസ്തവത്തിൽ നമ്മൾ യുദ്ധത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു, ലെബനോണിൽ എന്ത് സംഭവിക്കുന്നു ആരും നോക്കുന്നില്ല. കാരണം ഇതൊക്കെ എപ്പോഴും മാങ്ങയുള്ള മാവേ കല്ലെറിയുമ്പോഴല്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ ഈ ഇറാനോ അല്ലെങ്കിൽ ഇസ്രായേലോ ഒക്കെ അവരങ്ങനെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇറാനല്ല, ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലോ ഒക്കെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് പരിക്ക് പറ്റുന്ന കാണാനാണ് എല്ലാവർക്കും സന്തോഷം. നേരെ മറിച്ച് ഇറാൻ എന്ന് പറയുന്നത് ഓൾറെഡി തകർന്നു നടക്കുന്ന രാജ്യമാണ്. അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അടിച്ച് തകർക്കപ്പെടുകയാണ് ഓരോ ദിവസവും. ലെബനോണിലും ഇതേമാതിരി തന്നെ. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഈ GCC രാജ്യങ്ങളിൽ ഇറാൻ അയക്കുന്ന 1-2 മിസൈലുകളുടെ മേലെയും ഇസ്രായേലിന് നേരെ ഇവരയക്കുന്ന ബഞ്ച് ഓഫ് മിസൈൽസിൻ്റെ മേലെയും നിൽക്കുന്ന ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് അത് മറയാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും അതിൽ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ലെബനോണിൽ അവർ പരമാവധി ഭൂമി പിടിച്ചെടുക്കുകയാണ്. ഭൂമി പിടിച്ചെടുത്ത് അവരുടെ ഭാഗം സേഫാക്കാൻ നാളെ ഒരു നെഗോസിയേഷൻ വന്നാൽ ഈ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ട്
ഔദ്യോഗിക ലെബനോൺ സേനയെ കൊണ്ട് ബാക്കിയുള്ള ഹിസ്ബുള്ളകളെ 100% നിരായുധീകരിക്കാൻ വേണ്ട രീതിയിൽ ലെബനോണിൻ്റെ ഭൂമി അവർ പിടിച്ച് കയ്യിൽ വയ്ക്കുകയാണ്. അതുപോലെ ഇറാനിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ അവർ തകർത്ത് തീർക്കുകയാണ്, മുഴുവനായിട്ട് തീർക്കുകയാണ്. കാരണം അവിടെ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇറാനെ സംബന്ധിച്ച് ദർ ഇസ് നോ ഡിഫൻസ്, ഓൺലി ഒഫൻസ്. അവർ ഡിഫൻസ് ഇല്ല. നമ്മൾ വോളിബോളൊക്കെ കളിക്കുകയാണെങ്കിൽ വോളിബോൾ കളിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ കോർട്ടിൽ ബോൾ വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് മറ്റവൻ്റെ കോർട്ടിൽ ബോൾ ഡെലിവറി ചെയ്യുക, അവിടെ വീഴ്ത്തുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇറാൻ ചെയ്യുന്നത് തൻ്റെ കോർട്ടിൽ എത്ര ബോൾ വീഴുന്നുണ്ടെന്ന് ഇറാൻ നോക്കുന്നതേയില്ല. ഇറാൻ ആകെ ശ്രമിക്കുന്നത് മറ്റവൻ്റെ കോർട്ടിൽ ഒരു ബോളെങ്കിലും വീഴ്ത്താൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തൻ്റെ കോർട്ടിൽ ഇങ്ങനെ നാട്ടുമാവിൽ നിന്ന് മാങ്ങ കൊഴിഞ്ഞ് വീഴുന്നത് പോലെ ബോംബുകളും മിസൈലുകളും വന്ന് വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനൊന്നിനെപ്പോലും അവർക്ക് തടയാൻ കഴിയുന്നില്ല. വളരെ ചുരുക്കമായിട്ട് ഓരോ ബോളും മറ്റേ കോർട്ടിൽ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ കൊണ്ടിടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നേരാണ്. ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കോർട്ടിൽ എത്ര ബോൾ വീണു എന്നാണ്. ഇറാൻ്റെ കോർട്ടിൽ എണ്ണാൻ പറ്റാത്തതുകൊണ്ട് അവർ എണ്ണുന്നില്ല. അപ്പോൾ ആ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യുദ്ധം നീളുമ്പോൾ വാസ്തവത്തിൽ പരിക്ക് പറ്റുന്നതും ഇല്ലാതാവുന്നതും ഇറാനും അതുപോലെ ലെബനോണും തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധം കുറച്ച് നീണ്ടോട്ടെ എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ വിചാരിക്കുന്നുണ്ടാകും. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് പൂർണ്ണമാക്കാം. ഇനി ഹോർമൂസിനെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്ക പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വന്ന് കൂടുക എന്ന് നാറ്റോ രാജ്യങ്ങളോട് പറയുന്നുണ്ട്. അവർ ഞങ്ങൾ കൂടുകയില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൂടുകയില്ലയോ ഈ ഡിസ്കഷനൊക്കെ ആയിട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഹോർമൂസ് ഈസ് നോട്ട് വർക്കിംഗ്. ഹോർമൂസ് വർക്ക് ചെയ്തില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഗ്യാസ് വന്നില്ല, നമ്മുടെ രാജ്യത്തേക്ക് പെട്രോൾ വന്നില്ല. മറ്റു രാജ്യങ്ങളെക്കുറിച്ച് പത്രക്കാർ എഴുതുന്ന അതിൽ പെട്രോളിയം കിടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഉള്ളിലോട്ട് പോകുന്ന സാധനം തിന്നിട്ടാണ് ഇറാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത്, അദ്ദേഹം ഇറാനിൽ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് 100 കണക്കിന് തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇറാനിൽ സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് ടെലിഫോൺ സംഭാഷണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഷെയർ ചെയ്ത വിഷയങ്ങളാണ്. ഇറാനിൽ മരുന്ന് കിട്ടാനില്ല, മരുന്നുകൾ കിട്ടാനേ ഇല്ല, പാരസെറ്റമോൾ അടക്കമുള്ള സാധനങ്ങൾ കിട്ടാനില്ല. ഇത് മുഴുവൻ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇറാൻ ഇത് കിട്ടുന്നത്. ഹോർമൂസ് കടലിടുക്കുള്ള അകത്തോട്ട് പോവുകയില്ല, പുറത്തോട്ട് വരികയില്ല. അപ്പം ഈ അകത്തോട്ട് പോകാത്തതിൽ അവർക്ക് ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ, അവർക്ക് മെഡിസിൻസ് കിട്ടുന്നില്ല. എഡിബിൾ ഓയിൽ, ഒരു മീൻ പൊരിച്ച് തിന്നണമെന്ന് വിചാരിച്ചാൽ നിവർത്തിയില്ല. കാരണം എഡിബിൾ ഓയിൽ മാർക്കറ്റിൽ കിട്ടാനില്ല. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 10 ടൈംസ് കൂടുതൽ വില കൊടുക്കണം. അവർക്ക് ധാരാളം ലൈവ് സ്റ്റോക്ക് ഉണ്ട്, മൃഗങ്ങളുണ്ട്, ഇഷ്ടംപോലെ പാലും ഇറച്ചിയുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള കാറ്റിൽ ഫീഡ് എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് എത്തുന്നില്ല. മൃഗങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പട്ടിണിയിലാണ്. കഴിഞ്ഞ വർഷം ഇറാനിൽ വലിയ വിളവെടുപ്പായിരുന്നു. ഭയങ്കരമായിട്ട് വീറ്റ് അവർക്ക് ലഭിച്ചിരുന്നു. അവരുടെ എല്ലാ വീറ്റ് സംഭരണികളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ ഈ പറഞ്ഞ സംഭരിച്ച് വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ നശിച്ചുപോയി. ഇപ്പോൾ ഗോതമ്പിനും വലിയ ക്ഷാമമാണ്, ഭക്ഷണ സാധനങ്ങൾക്കും ക്ഷാമമാണ്. അപ്പോൾ കിട്ടാനുള്ള സാധനങ്ങൾക്കെല്ലാം 10 ഇരട്ടി 20 ഇരട്ടി വിലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ പുറത്ത് കാണുന്നത് നോക്കിയിരിക്കുന്നവൻ അകത്ത് സംഭവിക്കുന്ന കാര്യം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ജനത ഭയന്നിട്ട് IRGCയെ ഭയന്നിട്ട് അവർ IRGC ആക്രമിക്കാതിരിക്കുകയാണ്. IRGC ഒന്ന് പത്തി താഴ്ത്തിയാൽ ആ നിമിഷം ഇറാനിലെ 8 കോടി വരുന്ന ജനം ഈ IRGCയുമായി ബന്ധപ്പെട്ടുള്ള 10 ലക്ഷം ആളുകളെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ യുദ്ധം നിർത്തിയാൽ അവരാദ്യം ഈ തെരുവിലിട്ട മനുഷ്യരെ തല്ലിക്കൊല്ലും എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്: ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇറാനിൽ ഒരുപാടധികം അഭയാർത്ഥികളെ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന അഭയാർത്ഥികളെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കുക, ഇറാനിലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കുക. എന്നിട്ട് ഈ IRGCക്കാരൻ നാട്ടുകാർ തല്ലിക്കൊല്ലാതിരിക്കാൻ വേണ്ടി ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഭാഗമായി തീരുക. താനും ഒരു അഭയാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറുക. അപ്പോൾ ഇറാനിലൊരു ഭരണമാറ്റം സംഭവിക്കുമ്പോഴേക്കും അവിടെ കുറേ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാവും. IRGCക്കാരനെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. അവൻ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഈ അഭയാർത്ഥി ക്യാമ്പിൽ കയറി താമസിച്ചിട്ടുണ്ടാവും. യുദ്ധമൊക്കെ തീരും. അയ്യോ എന്നും പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പിൽ നിലവിളി തുടങ്ങും. കാനഡ ഇവനെ ഏറ്റെടുക്കും, സ്പെയിൻകാരൻ ഇവനെ ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പാവങ്ങൾ തോന്നി ഏറ്റെടുക്കും. IRGCക്കാരൻ സുഖമായിട്ട് കാനഡയിലെത്തും, അല്ലെങ്കിൽ സ്പെയിനിലെത്തും, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലെത്തും. അവൻ അവിടെ ചെന്ന് അവൻ്റെ ആ പണി അവിടെ തുടരും. അപ്പോൾ ഈ ഒരു സംഗതിക്ക് വേണ്ടിയാണ് ഇറാൻ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പട്ടിണി അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കോട്ടെ എന്നതുകൊണ്ട് ഈ ഹോർമൂസിലെ പരിപാടി കുറച്ചൊക്കെ നീണ്ടുപോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ യൂറോപ്യൻ രാജ്യങ്ങളോടും മറ്റ് രാജ്യങ്ങളോടൊക്കെ യുദ്ധത്തിലൊന്നും ചേരാൻ പറയുന്നത് അമേരിക്ക അറിയാൻ പാടില്ല. ആരെങ്കിലും ഇതിന് തലവെച്ച് കൊടുക്കുമോ? യുദ്ധത്തിൽ ആരും പങ്കെടുക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. അപ്പം യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരും അതിൻ്റെ ഭാഗമായി തീരും. ഇപ്പോൾ GCC രാജ്യങ്ങളോട് പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്. അവർ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. നേരെ മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളോട് ചോദിച്ചപ്പോൾ ആദ്യമേ നാറ്റോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഭാഗമല്ല.
ബ്രിട്ടനും ആദ്യം പറഞ്ഞു ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ബ്രിട്ടൻ പങ്കെടുക്കാൻ നിന്നപ്പം ട്രംപ് പറഞ്ഞു വേണ്ട, നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ ജയിച്ച യുദ്ധമാണ് എന്ന് പറഞ്ഞു. വിച്ച് മീൻസ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം തീർക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഈ US പക്ഷത്തിനും ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ആളുകൾ വിചാരിക്കും പോലെ പലരും പറയുന്നുണ്ട് ഇത് വെനിസ്വേലയിലെ യുദ്ധം പോലെ ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്ക തുടങ്ങിയത്. ഇസ്രായേലും അമേരിക്കയും പെട്ടുപോയി, എങ്ങനെയെങ്കിലും ഊരിയാൽ മതി എന്നുണ്ട്. എന്താ ഇവർ യുദ്ധം കാൽക്കുലേറ്റ് ചെയ്യുന്ന പൊട്ടന്മാരാണോ? ഇവരൊക്കെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയെയും ഹാമാസിനെയും ഹൂത്തിനെയൊക്കെ കണ്ടിട്ടുള്ളവരാണ്. തല്ലിയാൽ ഒന്നും ഇത് ചാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് ചാവാത്ത പാമ്പാണ്. ഇറാനും അങ്ങനെ തന്നെയാണ്, ചാവാത്ത പാമ്പാണ്. അതുകൊണ്ട് ഈ യുദ്ധം 2 ദിവസം കൊണ്ട് തീർത്തു പോകാം, 3 ദിവസം കൊണ്ട് തീർത്തു പോകാമെന്ന് വിചാരിച്ചൊന്നും അല്ല ഇവർ തുടങ്ങിയിട്ടുള്ളത്. അവരുടെ പൗരന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു പ്രൊളോങ്ഡ് വാർ എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ്, വർഷങ്ങളോളം നീണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു വാറായി ആയാലും നേരിടാമെന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗൾഫ് രാജ്യങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെന്നുള്ള നേരാണ്. പക്ഷേ യുദ്ധവുമായി വന്ന US അല്ലെങ്കിൽ ഇസ്രായേലോ ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് വന്നതല്ല. അവർക്ക് ബ്രോഡറായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ അവർ തുടർന്നുകൊണ്ടിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങൾ അവർ വളരെ വേഗത്തിൽ നേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങളിലേക്ക് അവർ കുറച്ച് പതുക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അതങ്ങനെ നീണ്ട് പതുക്കെ പോകും. അതുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. കുറച്ച് യുദ്ധം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകരാജ്യങ്ങളെ പ്ലീസ് ഒന്ന് സഹിക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇവരെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഈ യുദ്ധങ്ങൾ കഴിഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി നെതന്യാഹുവിനെ കുറിച്ച് പേഴ്സണലായി പറയുകയാണ്, പലപ്പോഴും ഇദ്ദേഹത്തെ കൊല്ലാൻ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇറാനാണ്. അദ്ദേഹം പോളിറ്റിക്സിലേക്ക് വന്നത് തന്നെ ഇറാനെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം 1980s അവസാന ഭാഗത്താണ് പോളിറ്റിക്സിലേക്ക് വരുന്നത്. അപ്പോൾ 1979 ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം വരുന്നത്. ആ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കണം എന്നുള്ളൊരു പോളിറ്റിക്സിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട്, വലതുപക്ഷ പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ്, ലിക്വിഡ് പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ 30 കൊല്ലവും അദ്ദേഹം പ്രസംഗിച്ചത് ഇറാനെ തകർക്കണമെന്നുള്ളതാണ്. അപ്പോൾ 76 വയസ്സായി അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ സായാഹ്നത്തിലേക്ക് കടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗോളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അബദ്ധത്തിൽ പോയിട്ട് യുദ്ധത്തിൽ ചാടിയതൊന്നുമല്ല. ഇത് വേണമെന്ന് വിചാരിച്ചതിന് അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹം വളരെ വലിയ ചരിത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ചരിത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം. മാസാച്യൂസെറ്റ്സിൽ നിന്ന് ആർക്കിടെക്ചറൽ ഡിഗ്രി എടുത്ത ആളാണെന്ന് ഓർക്കണം. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് സ്കൂളിൽ നിന്ന് അദ്ദേഹം MBA എടുത്ത ആളാണെന്ന് ഓർക്കണം. ഈ 76 വയസ്സിലും പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുക്കാൻ വേണ്ടി ഇപ്പോഴും റിസർച്ച് ചെയ്യുന്ന ആളാണെന്ന് ഓർക്കണം. നെതന്യാഹു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാവുന്ന ലോകവിവരമുള്ള മനുഷ്യനാണ്. പോയിട്ട് വഴി കൂടെ ഇറങ്ങി നടന്നിട്ട് IRGC-കാരൻ്റെ വെടികൊണ്ടേക്ക് തലവെച്ച് കൊടുക്കാൻ മാത്രമുള്ള തലച്ചോറില്ലായ്മയൊന്നും നെതന്യാഹുവിന് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 30 വർഷമായി അദ്ദേഹത്തിൻ്റെ ഗോളായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. 18 വർഷം അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ഓർക്കണം. ആ സമയത്തൊക്കെയും അദ്ദേഹം സ്വരുക്കൂട്ടിയത് ഇറാന് നേരെയുള്ള ആക്രമണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിസ്ബുള്ളയെ അദ്ദേഹം ആദ്യം നടുവോടിച്ചിട്ടത്, ഹാമാസിനെ തകർത്ത് തീർത്ത് കളഞ്ഞത്, അതുപോലെ ഹൂത്തികളുടെ നേരെ. നിങ്ങൾ ഓർക്കണം, ഹൂത്തികൾക്ക് ബോധമുള്ളതുകൊണ്ട് ഹൂത്തികളെ ആക്രമിക്കാൻ നിന്നില്ല. ഹിസ്ബുള്ളയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിച്ചു. എന്താ ഉണ്ടായത്? ലെബനോണിൻ്റെ വലിയൊരു ഭാഗം പോയി എന്നുള്ളതാണ്. അവർക്ക് ഈ ഇങ്ങോട്ടൊന്ന് തുടങ്ങി കിട്ടാനാണ് എപ്പോഴും ഇസ്രായേൽ കാത്തിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷം പറയുന്നതല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യം പറയുന്നതാണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇത് ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയൊരു യുദ്ധമൊന്നുമല്ല. നെതന്യാഹു ഈസ് നോട്ട് എൻ ഓർഡിനറി മാൻ. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ മിഷനായി അദ്ദേഹം കരുതിയിരുന്നത് ഇറാനെ തകർത്ത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിൻ്റെ മരണം, ലോകത്തിലെ മുഴുവൻ ജ്യൂസിൻ്റെയും മരണം ആണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാപിതമായ ഒരു രാജ്യത്തെ ഭൂമുഖത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടത്തെ ഈ ഭൂമുഖത്ത് വെച്ചിരുന്നാൽ ഇസ്രായേൽക്കാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുകയില്ല എന്നറിയുന്നത് കൊണ്ട് തൻ്റെ മക്കൾക്കും തൻ്റെ കൊച്ചുമക്കൾക്കും അവരുടെ പിന്മുറക്കാർക്കും ഇസ്രായേലിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്ന ഒരു സിറ്റുവേഷൻ താനായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന തികഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗോളിലേക്ക് അദ്ദേഹം നടന്നടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ യുദ്ധത്തിലൂടെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.